എപ്പോഴെങ്കിലും ജീവിതത്തിൽ തകർന്നു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, ദൈവം നിങ്ങളെ ഏതെങ്കിലും വലിയ കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കാരണം ആളുകളോട് സംസാരിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷമോ സങ്കടമോ കാണിക്കരുത്. കാരണം ആളുകൾ നിങ്ങളുടെ സന്തോഷത്തിൽ കണ്ണുവയ്ക്കുകയും സങ്കടത്തിൽ കൂടുതൽ വിഷമിപ്പിക്കുകയും ചെയ്യും. പണത്തിന് ഭയങ്കര ചൂടാണ്. അത് ആദ്യം നിങ്ങളുടെ ബന്ധങ്ങളെയാണ് കത്തിച്ചു കളയുന്നത്. ഒരു ബന്ധത്തിൽ വാശിയും അഹങ്കാരവും വന്നാൽ ജയിക്കുന്നത് രണ്ടുപേരുമായിരിക്കും, പക്ഷേ തോൽക്കുന്നത് ആ ബന്ധമായിരിക്കും. സ്നേഹം സത്യമുള്ളതാണെങ്കിൽ എത്ര വഴക്കുണ്ടായാലും ആ ബന്ധം ഒരിക്കലും തകരില്ല. അനുഭവം പറയുന്നു, നമുക്ക് ചീത്ത സമയം വരുമ്പോൾ എല്ലാവരും നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങും. ചെറിയ ആളുകൾ പോലും വലിയവരോട് അവരുടെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങും. പുതിയതായി പണക്കാരായവരുടെ വീട്ടിൽ പോയി നോക്കൂ, അവർ ഓരോ ചെറിയ സാധനത്തിന്റെയും വില പറയാൻ തുടങ്ങും. ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്നവരെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഓരോ മനുഷ്യനും അവരവരുടെ ഭാഗത്ത് ശരിയായിരിക്കും. യഥാർത്ഥ പോരാട്ടം ശരിയും തെറ്റും തമ്മിലല്ല, മറിച്ച് രണ്ട് ശരികൾ തമ്മിലാണ്. ഒരു സ്ത്രീയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നത് പുരുഷന്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോഴാണ്. ഒരു പുരുഷന്റെ വിശ്വസ്തത മനസ്സിലാക്കാൻ കഴിയുന്നത് അവന്റെ കയ്യിൽ എല്ലാം ഉള്ളപ്പോഴാണ്. ആദ്യം ആരാണ് വിശ്വസ്തനെന്ന് കണ്ടെത്തുക, ആരാണ് ചതിയനെന്ന് കാലം തന്നെ കാണിച്ചു തരും. ഒരാൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലും കൂടെയില്ലാത്തപ്പോൾ ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങും. സത്യം മറ്റൊന്നാണ്, ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും സന്തോഷമുള്ളവയല്ല. ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തുകയോ കുറ്റം പറയുകയോ ചെയ്യട്ടെ, രണ്ടും നല്ലതാണ്. കാരണം പുകഴ്ത്തൽ നമുക്ക് മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്നു. കുറ്റം പറച്ചിൽ നമ്മളെ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാൻ സഹായിക്കുന്നു. ഓരോ നിമിഷവും ജീവിക്കുക. ഈ ജീവിതം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നല്ല. സ്വത്ത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയേക്കാം, പക്ഷേ വ്യക്തിത്വം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. എല്ലാ കാര്യത്തിലും നീയാണ് എന്റെ ദൈവമെങ്കിൽ പിന്നെ എന്തിനാണ് ആരെങ്കിലും മോശക്കാരനോ നുണയനോ ആകുന്നത്? ഈ ജീവിതം ഓരോ നിമിഷവും മണൽത്തരി പോലെ പറന്നുപോകുന്നു. നമ്മൾ വളരുകയാണെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. രണ്ടാളുകൾക്കിടയിലുള്ള പ്രശ്നം മൂന്നാമതൊരാൾ പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ബന്ധം തകരാൻ തുടങ്ങുന്നു. പറയുന്നവന് ഒന്നും നഷ്ടപ്പെടുന്നില്ല, സഹിക്കുന്നവരാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നത്. വേദനയുടെ ഉത്തരം ആര് കണ്ടെത്തും? ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയേയുള്ളൂ. അപകടം ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല, കൂടെയുള്ളവരിൽ നിന്നും വരാം. കാരണം ഒരു തോണി മുങ്ങുന്നത് പുറത്തുള്ള വെള്ളം കൊണ്ടല്ല, അതിന്റെ ഉള്ളിലുള്ള ദ്വാരം കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ സ്വന്തക്കാരെ ഒരു കോമാളിയെ പോലെയാക്കുന്നു. അവർക്ക് സ്വന്തമെന്ന് വിളിക്കപ്പെടാനുള്ള അർഹത പോലും ഇല്ലാതായി പോകുന്നു. പ്രണയം ആരോടും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കാരണം വിവേകം നഷ്ടപ്പെടാൻ ഒരു പ്രായപരിധിയില്ല. നമ്മൾ ആരാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. സ്വന്തക്കാരുടെ മുന്നിൽ നമ്മൾ നല്ലവരാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നാൽ അതിലും നല്ലത് നമ്മൾ മോശക്കാരായിരിക്കുന്നതാണ്. അറിവുള്ളവർക്ക് എന്തിനാണ് അഹങ്കാരം? അഹങ്കാരമുള്ളവർക്ക് എന്തറിവ്? ആരാണ് സ്വന്തം, ആരാണ് മറ്റുള്ളവർ എന്ന് ഈ ചീത്ത സമയം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പോൾ സ്വന്തക്കാർ പോലും ചതിക്കുന്നു, പിന്നെ ശത്രുക്കൾക്ക് എന്തു ധൈര്യം? സ്നേഹത്തിന് അതിൻ്റെതായ ഒരു കുട്ടിക്കളി നിറഞ്ഞ വാശിയുണ്ട്. മിണ്ടാതെയാക്കിയതും നമ്മളെ കരയിച്ചതും ആരാണോ ആ ആൾ തന്നെ തിരികെ വേണം. ഈ ലോകത്തിൽ ഏറ്റവും ഭാരമുള്ള വസ്തു കാര്യമാണ്. അത് കഴിഞ്ഞാൽ എത്ര വലിയ ബന്ധത്തിനും ഭാരം കുറഞ്ഞതായി തോന്നും. ആരെയെങ്കിലും ക്ഷമിക്കാൻ മാത്രം വിവേകമുള്ളവനാകുക. പക്ഷേ നിങ്ങളെ ചതിച്ച ഒരാളെ വീണ്ടും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയാകരുത്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ അവരെ മനസ്സിലാക്കേണ്ട ആവശ്യമെന്താണ്? ആരും നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ആവശ്യമെന്താണ്? പരസ്പരം വികാരങ്ങളില്ലാത്ത ബന്ധങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആർക്കുവേണ്ടിയാണോ നമ്മൾ വന്നത് അവൻ ഒരു ദിവസം പോകുക തന്നെ ചെയ്യും. പിന്നെ മനുഷ്യൻ എന്തിനാണ് ഈ അഹങ്കാരം, ആരെയും ശ്രദ്ധിക്കാത്ത ഭാവം? വിശ്വസിക്കൂ, അവന് ഒരാളെ കൊണ്ട് മാത്രമേ വലിയ വ്യത്യാസമുള്ളൂ. ആത്മാർത്ഥമായി ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പറയാം. പോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക. ഇന്ന് നിന്നാലും നാളവർ പോകുക തന്നെ ചെയ്യും.
നീ എന്റേതാണെന്ന് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും പറയൂ. ആരെയെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കുന്നതും തിരക്കിലായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആർക്കാണോ സ്വപ്നം കാണാൻ ഇഷ്ടം അവർക്ക് രാത്രി ചെറുതായി തോന്നുന്നു. അതേസമയം ആർക്കാണോ സ്വപ്നങ്ങൾ നേടേണ്ടത് അത്യാവശ്യം അവർക്ക് പകൽ ചെറുതായി തോന്നുന്നു. സൗന്ദര്യം നമ്മൾ കാണാൻ എങ്ങനെയിരിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ്. ആത്മഹത്യയെ അംഗീകരിക്കുന്ന ഒരു സമൂഹം സന്തോഷത്തോടെ ചെയ്ത വിവാഹത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരാളുടെ ശീലങ്ങൾ അറിയണമെങ്കിൽ അയാൾക്ക് ബഹുമാനം കൊടുക്കുക. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. എന്നെ ദുർബലനായി കരുതുന്ന തെറ്റു ചെയ്യരുത്. എനിക്ക് സ്നേഹിക്കാനും പോരാടാനും അറിയാം. സമയം വരുമ്പോൾ ഈ നിശബ്ദതയ്ക്ക് ഒരു കാരണമുണ്ടാകും. ചില വേദനകൾ നിങ്ങളുടെ ശബ്ദം പോലും ഇല്ലാതാക്കും. പുറമേ നല്ല മുഖം, ഹൃദയത്തിൽ ചതി. മുഖത്ത് നിങ്ങൾ, പുറകിൽ പാമ്പ്. ഇതാണ് ഈ ലോകത്തിന്റെ സത്യം. കാലത്തിനനുസരിച്ച് സ്വയം മാറുന്നതാണ് നല്ലത്. കാരണം കാലം നിങ്ങളെ മാറ്റിയാൽ അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഇന്ന് വാതിൽക്കൽ യജമാനൻ പണവും സ്ഥാനവുമുള്ളവനാണ്. ഇന്ന് പണം ബന്ധങ്ങളുടെ മറ്റൊരു പേരായി മാറിയിരിക്കുന്നു. നിങ്ങൾ ചെയ്തത് എത്ര മോശം കാര്യമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയും ചീത്ത പ്രവൃത്തികളുമെല്ലാം ക്ഷമിക്കപ്പെടും. ഇത് കലിയുഗമാണ് സുഹൃത്തെ.